ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, താൽക്കാലികമായി നിർത്തുക മാത്രമാണ് ചെയ്തത് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു ചെറിയ പ്രകോപനം പോലും ഉണ്ടായാൽ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി നമ്മൾ കണക്കിലതെടുക്കുമെന്നും തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളുമായിട്ടൊന്ന് കൂട്ടി വായിച്ചാൽ പാകിസ്ഥാൻ കുറച്ച് പേടിക്കണം. അവരുടെ എയർപോർട്ടിലടക്കം ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അതെ, കാരണം ഇത് പ്രധാനമായിട്ടും ദേശീയ ചാനലുകളിലൊക്കെ വരുന്ന ജനറൽ ബക്ഷി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് ഡിക്ലറേഷൻ ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് യുദ്ധപ്രഖ്യാപനമാണ്. നമുക്ക് ഈ കാര്യങ്ങളിൽ അതാണ് ഇന്നലെയൊക്കെ ഒരുപാടൊന്നും മറ്റേ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും അധികം സംസാരിക്കാതെ പ്രതികരിച്ചില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂളിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഫരീദാബാദിലൊക്കെ ഈ 4 ഡോക്ടർമാരെയൊക്കെ പിടിച്ചത്. കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ധാരണയും ഇന്റലിജൻസ് വിവരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ നിന്ന് ഒളിച്ചോടിയ ഒരാളാണ് ഈ ചാവേർ ആക്രമണം ഡൽഹിയിൽ നടത്തിയിരിക്കുന്നതെന്ന് ഇപ്പൊ സ്ഥിരീകരിച്ചതാണ്. പക്ഷെ നമ്മുടെ നിലപാട് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ അന്ന് നമ്മൾ വെടിനിർത്തുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് താൽക്കാലികമായ വെടിനിർത്തലാണ്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാച്ച് ചെയ്യും. ഇപ്പോൾ പഹൽഗാമില് ചെയ്തത് മുമ്പൊന്നും അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിന്റെ കാലത്തൊക്കെ അല്ലേ. പാർലമെന്റ് ആക്രമണം നടത്തിയപ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ അടുത്ത കാലത്ത് പല വെളിപ്പെടുത്തലുകളും വന്നിട്ടില്ലേ. പി ചിദംബരം വെളിപ്പെടുത്തിയില്ല. അതെ, അതിനു മുമ്പ് ഈ ജുമാ മസ്ജിദ്, ഈ ചെങ്കോട്ടയിൽ ആക്രമണം നടന്നതിൻ്റെ 200-300 മീറ്റർ അകലെയുള്ള ജുമാ മസ്ജിദിന് മുമ്പിൽ ഒരു സ്ഫോടനം നടന്നു. പിന്നീട് അതിന്റെ അന്വേഷണവും ആ UPA സർക്കാരിന്റെ കാലത്തൊന്നും മുന്നോട്ട് പോയില്ല, പ്രതികളെ കിട്ടിയില്ല. നമ്മുടെ 1999-2000 കാലത്ത് ഈ ചെങ്കോട്ടയിൽ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. അതിന്റെ 2 കാവൽക്കാരായിരുന്ന ഭടന്മാരെ വെടിവെച്ച് കൊന്നിട്ട് അകത്തേക്ക് കിടന്നു. ആ ചെങ്കോട്ട ആക്രമിക്കുന്നതിൻ്റെ അപ്പുറത്ത് ആർമി കേന്ദ്രത്തിന്റെ അടുത്ത് ഒരു ചന്ത, അവിടെ ആക്രമണം നടത്തി. പക്ഷെ ഇവർ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ ആർമി കേന്ദ്രം ആക്രമിച്ചു എന്നാണല്ലോ. തൊട്ടടുത്ത് സ്ഫോടനം നടന്നാലും അങ്ങനെ 3 ആക്രമണങ്ങൾ 2000 ആ കാലത്ത് നടന്നിട്ടുണ്ട്. ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ എന്തിന് ആൻഡേഴ്സണെ വെറുതെ വിട്ടുകൊടുത്തില്ലേ? നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം കാരണക്കാരനായ അമേരിക്കക്കാരനെ വിട്ടുകൊടുത്തില്ലേ? ആൻഡേഴ്സനെ വിട്ടുകൊടുത്തു. കോൺഗ്രസിന്റെ കാലത്ത് മുഴുവൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേ പി ചിദംബരം പറഞ്ഞില്ലേ, അമേരിക്കയിൽ നിന്ന് മറ്റേ ഒരു സ്ത്രീ പെട്ടെന്ന് വിമാനത്തിൽ വന്നിറങ്ങി നിങ്ങളിതിന് തിരിച്ചടിക്കരുത് കേട്ടോ എന്നൊക്കെ അഭ്യർത്ഥിച്ചു. ഞങ്ങൾ ആ നിർദ്ദേശം കൊടുത്തു, അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവരും ഇത് തന്നെ പറഞ്ഞു എന്നൊക്കെ ചിദംബരം അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഹൽഗാം നമ്മുടെ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. നമ്മളത് യുദ്ധമായിട്ട് കണ്ടു, ഡിക്ലറേഷൻ ഓഫ് വാർ. അങ്ങനത്തെ ഒരു, അതായത് നിഴൽ യുദ്ധം നടത്തുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയായിരിക്കുമല്ലോ യുദ്ധപ്രഖ്യാപനം, അല്ലാതെ മിസൈൽ അയച്ചുകൊണ്ടായിരിക്കില്ല യുദ്ധപ്രഖ്യാപനം. ഇത് UAPA കാലത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. കാരണം ആ ഓസ്ട്രോം എന്ന് പറഞ്ഞ് കഥകളി പഠിക്കാനായിട്ട് ശ്രീകൃഷ്ണപുരത്ത് വന്ന ആളെയൊക്കെ കൊന്നില്ലേ, ആ ടൂറിസ്റ്റുകളെ കൊന്നില്ലേ, വിദേശികളായ ടൂറിസ്റ്റുകളെ കാശ്മീരിൽ കൊന്നിട്ടുണ്ട്. എവിടെ വെച്ച് കൊന്നു? പഹൽഗാമിൽ തന്നെ വെച്ച് കൊന്നു. പഹൽഗാം ആദ്യം വാർത്തകളിൽ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തുടരാനുള്ള ഒരു കാരണമായിട്ട് എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്ന് 3 ദിവസം കൊണ്ട് ഇല്ലേ നിർത്തിയെങ്കിൽ നമ്മുടെ ലക്ഷ്യം അന്ന് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ നിർത്തി. അവിടുത്തെ പാകിസ്ഥാൻകാർ വന്ന് കാല് പിടിക്കുകയും ചെയ്തു. അതെ, കാല് പിടിച്ചു, അങ്ങനെ ചെയ്തു. പിന്നെ മറ്റേ അണുബോംബ് കിടക്കുന്ന മറ്റേ മലനിരയിൽ, അപ്പൊ മലനിരയിൽ നമ്മൾ അതിന്റെ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ആക്രമിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ അമേരിക്കയ്ക്കും പ്രശ്നമായി. കാരണം അമേരിക്കയാണ് അണുബോംബുകളുടെ ഉടയോ, പാകിസ്ഥാനിലെ അണുബോംബുകളുടെ. അപ്പൊ അതുകൊണ്ട് അന്ന് നിർത്തി. അന്ന് നമ്മൾ പലതരം സമ്മർദ്ദങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകാം. എന്തായാലും പാകിസ്ഥാന്റെ മറ്റേ DG ഇല്ലേ, ഡയറക്ടർ ജനറൽ, വിളിച്ചിട്ടാണ്, നമ്മുടെ ഡയറക്ടർ ജനറലിനെ വിളിച്ചിട്ടാണ് നിർത്തിയതെന്ന് നമ്മൾ പലതവണ വിശദീകരിച്ചു.
അതെ. അപ്പൊ ഇപ്പൊ വീണ്ടും പാകിസ്ഥാനാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. സാർ, ഇപ്പം നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ ഒരു വീഴ്ചയാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 100 അറ്റാക്ക് നടത്തും, ഇപ്പോൾ 99 എണ്ണം നമ്മൾ പ്രതിരോധിക്കുന്നുണ്ട്. ആ 99 എണ്ണം പ്രതിരോധിക്കുമ്പോൾ നമ്മളത് വാർത്തയാക്കുന്നില്ല. കാരണം നമ്മുടെ സൈന്യം അതിനകത്ത് അഭിമാനിക്കുന്നുണ്ടെങ്കിലും അത് പൊതുജനങ്ങളോട് പറയുന്നില്ല. പക്ഷെ 100ാമത്തെ ഒരു സംഭവത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ അതിനെ ലോകം മുഴുവൻ വലിയ കൊണ്ടാടുന്നു. ഇത് പാകിസ്ഥാനെ ഇതിൽ ഇന്റലിജൻസ് വീഴ്ചയൊന്നുമില്ല. അല്ല, അപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതല്ല. കാരണം നമുക്ക് എവിടെയാണ് വീഴ്ചയെന്ന് കണ്ടിട്ട് തിരിച്ചടി ശക്തമായിട്ട് നൽകാമല്ലോ. കാരണം നമ്മൾ അന്ന് പഹൽഗാമിൽ ഇത് ഉണ്ടായപ്പോൾ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടെന്നുള്ളത് വിലയിരുത്തിയിരുന്നു. കാരണം നമ്മുടെ CRPF-ലെ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തന്നെ പിന്നെ പിടികൂടിയായിരുന്നു. അതെ, അയാളെ കണ്ടുപിടിച്ച് ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നാണ് പിന്നെ അയാളെ അറസ്റ്റ് ചെയ്തു. അതുപോലെ ജ്യോതി മൽഹോത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗാങ് ഒക്കെ ഉണ്ടാകും കേരളത്തിലൊക്കെ ഔദ്യോഗികമായിട്ട് കൊണ്ടു നടന്നിരുന്നില്ല. അപ്പൊ ആ കാലത്ത് വീഴ്ച ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇത് അടച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കശ്മീരിൽ ഇപ്പോ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ റാത്തർ എന്ന് പറഞ്ഞ ഡോക്ടറെ പിടിച്ചത്. ഇവിടെ വന്ന് കശ്മീർ പോലീസാണ് പിടിക്കുന്നത്. കശ്മീർ പോലീസ് പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. കശ്മീരിലെ പോലീസൊക്കെ മാറി. അപ്പോൾ കശ്മീരിലെ പോലീസ് വന്നിട്ടാണ് നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെയും മറ്റേ പോലീസിൻ്റെയും സഹായത്തോടു കൂടി പിടിക്കുന്നത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഹരിയാനയിൽ വെച്ച് ആ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരെയൊക്കെ പിടികൂടുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവരെ പിടികൂടിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ഒളിച്ച് ഡൽഹിയിലേക്ക് മറ്റേ ഈ IED ഒക്കെ ആയിട്ട് പോയതിൻ്റെ ബാക്കിയാണ് ഈ കണ്ടത്. ആ ഒരാളെ പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇന്റലിജൻസ് വിവരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഇത് ഹൈദരാബാദിലെ ആളെ പിടിച്ചത് അല്ലേ? ഹൈദരാബാദ് ഒരേ സമയം തന്നെ ഇവിടെ സാർ, അതിനകത്ത് ഒരു പ്രശ്നം ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കെല്ലാം തന്നെ വലിയ അടി കൊടുത്ത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമാണ്. അന്ന് മുതൽ അവരുടെ ഒരു ടാർഗറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തണമെന്നാണ്. മാത്രമല്ല അസീം മുനീറിന് സ്വന്തം ജനതയുടെ മുമ്പിൽ ഒന്ന് അഭിമാനത്തോടെ നിൽക്കണം. തോറ്റുപോയിട്ടും ഫീൽഡ് മാർഷൽ പദവിയൊന്നും കിട്ടിയിട്ട് കാര്യമില്ലെന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയൊരു പദവി കിട്ടി, പ്രത്യേക അധികാരങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ആക്രമണം ഇന്ത്യയുടെ അതിർത്തിയിൽ നടത്താൻ അവർ ലക്ഷ്യമിട്ട് കാണില്ലേ? ഇത് വളരെ വ്യക്തമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ 2000-ല് ചെങ്കോട്ട ആക്രമണം നടന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരെ. ഇത് ചെങ്കോട്ട ആക്രമിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം. എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഈ ബിംബങ്ങൾ എന്ന് പറയുമല്ലോ, ഒരു രാജ്യത്തിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. പാർലമെന്റ് ആക്രമിക്കുന്നു, പട്ടാള കേന്ദ്രം ആക്രമിക്കുന്നു, അല്ലെങ്കിൽ പട്ടാള കേന്ദ്രത്തിന്റെ അടുത്ത ചന്ത ആക്രമിച്ചിട്ടും പട്ടാള കേന്ദ്രം ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതാണ്. ഇപ്പോഴും പാകിസ്ഥാനിൽ അവർ പ്രചരിപ്പിക്കുന്നത് ചെങ്കോട്ട ആക്രമിച്ചു എന്നായിരിക്കില്ലേ? ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും പ്രധാനമന്ത്രി രാജ്യത്തിനെ അഭിസംബോധന ചെയ്യുന്ന സ്ഥലമല്ലേ ചെങ്കോട്ട. അപ്പൊ ആ പ്രധാനപ്പെട്ട ബിംബം, നമ്മുടെ രാഷ്ട്രീയ ബിംബമാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥലം ആക്രമിച്ചു എന്ന് വരുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇയാള് സ്ലോ മൂവിങ് ആയിട്ട് ഇങ്ങനെ ഈ ചാവേർ ലക്ഷ്യമിട്ടിരുന്നതും ഒക്കെ ചെങ്കോട്ടയെ ആയിരുന്നിരിക്കണം. അപ്പൊ ചെങ്കോട്ടയുടെ അടുത്ത് വച്ച് ഇത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പക്ഷെ ഇത് ഓപ്പറേഷൻ സിന്ദൂർ മറ്റേ പഹൽഗാം കഴിഞ്ഞൊരു 10-12 ദിവസം എടുത്തില്ലേ ഗ്യാപ്പ്. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ തുടരാനുള്ള സുവർണാവസരമാണ് ഇത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ വീണ്ടും അവര് തലപൊക്കിയിരിക്കുന്നു. അവര് ജയ്ഷെ ഇല്ലേ, അവര് മറ്റേ ബ്രിഗേഡ്, വനിതാ ബ്രിഗേഡും ഒക്കെ രംഗത്ത് ഇറങ്ങാൻ പോകുന്നു എന്ന് അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശിനെ ലോഞ്ച് പാടാക്കി മാറ്റാനായിട്ട് അവിടെ പാകിസ്ഥാനിൽ നിന്ന് പല സൈന്യാധിപന്മാരും ഒക്കെ വന്നിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കപ്പലും വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കപ്പൽ വന്നു. 1971 ശേഷം വലിയ കപ്പല് ചിറ്റഗോങ്ങില് തുറമുഖത്ത് വന്നു. അതുപോലെ തന്നെ നേവൽ മേധാവി, നാവിക മേധാവി കഴിഞ്ഞ ദിവസം വന്നു. അതിനു മുമ്പ് സംയുക്ത മേധാവി വന്നു ബംഗ്ലാദേശില്. അപ്പൊ ഇങ്ങനെ നിരന്തരം ഇന്ത്യക്കെതിരെ ആസൂത്രണം നടക്കുന്നുണ്ട്. മറ്റേ പഹൽഗാമിൽ തോറ്റതിന് എങ്ങനെയെങ്കിലും മറ്റേ വീര്യം വീണ്ടെടുക്കണം, ജനങ്ങളെങ്കിലും പറഞ്ഞു നിർത്തണം എന്നുള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ തൽക്കാലം നിർത്തുകയാണ് അന്ന് ചെയ്തത്. ഇന്നാണെങ്കിൽ ഇനിയിപ്പോ ട്രംപിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ $2000 പിച്ച കൊടുക്കാനായിട്ട് ഇല്ലേ, അത്രയും ദാരിദ്ര്യത്തിൽ ആണ് ആ രാജ്യം എത്തി നിൽക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് പുനരാരംഭിക്കും അല്ലേ? അവിടെ നിന്നോ നമുക്ക് വേറെ മേഖലയിലോ ഒക്കെ യുദ്ധമുന്നണി തുറക്കാം. കാരണം എന്താന്ന് വെച്ചാൽ വീണ്ടും അവിടെ പണി നടക്കുകയാണല്ലോ. അതെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് ഫണ്ടൊക്കെ മേടിച്ചിട്ടൊക്കെ അതെ ഈ ബഹവൽപൂരില് തകർന്ന അവരുടെ ഭീകര കേന്ദ്രങ്ങളൊക്കെ ഇപ്പൊ പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അതെ. ഗൾഫിൽ നിന്നൊക്കെ പണം മേടിച്ചിട്ട്. അങ്ങനെ ഉയരുന്നത് ശരിയല്ലല്ലോ. അല്ല ഇനി പൊക്കുമ്പോ അടിച്ചുകൊണ്ടിരിക്കണ്ടേ. അതെ അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ തുടരാനുള്ള സുവർണ അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.